ലെറ്റ് സ്റ്റഡി ടുഗദർ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 18ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 501. ടെക്സ്റ്റൈൽസിന് ആവശ്യമായ ഈർപ്പം നൽകുന്ന പ്രക്രിയ എന്താണ്? ടെക്സ്റ്റൈൽസിന് ആവശ്യമായ ഈർപ്പം നൽകുന്ന പ്രക്രിയ എന്താണ് പറയുന്നത്? കണ്ടീഷനിങ്. കണ്ടീഷനിങ് എന്നാണ് ഉത്തരം. ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്, യാൺ എന്നിവയ്ക്ക് നിശ്ചിത അളവിലുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം നൽകുകയും സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ മോയ്സ്ചർ ബാലൻസ് എത്തിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിങ് ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ടെക്സ്റ്റിംഗിലും അതുപോലെ തന്നെ പ്രോസസ്സിംഗിലും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫൈബറിന്റെ വെയിറ്റ്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവ എന്താണ് മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ചിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോട്ടൺ, വൂൾ, റയോൺ തുടങ്ങിയ ഫൈബേഴ്സിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് മോയ്സ്ചർ കണ്ടീഷൻ നിലനിർത്തുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 502. ആക്ച്വൽ വേപ്പർ പ്രഷറിനും സ്റ്റാൻഡേർഡ് വേപ്പർ പ്രഷറിനും ആക്ച്വൽ വേപ്പർ പ്രഷറിനും സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷറിനും തമ്മിലുള്ള ശതമാന അനുപാതം എന്താണ്? സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് മാക്സിമം വേപ്പർ പ്രഷർ ആണ് കേട്ടോ. ആക്ച്വൽ വേപ്പർ പ്രഷറിനും സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ മാക്സിമം വേപ്പർ പ്രഷറിനും തമ്മിലുള്ള ശതമാന അനുപാതം എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത്. അതായത് RH. ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ വായുവിലുള്ള ആക്ച്വൽ വേപ്പർ പ്രഷർ അതേ ടെമ്പറേച്ചറിൽ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാക്സിമം അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷറിനോട് താരതമ്യം ചെയ്യുന്ന ശതമാനത്തിനെയാണ് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇസ് ഈക്വൽ ടു ആക്ച്വൽ വേപ്പർ പ്രഷർ ഡിവൈഡഡ് ബൈ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷർ ഇൻറ്റു 100. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഒരു അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഒരു നിശ്ചിത വോളിയം വായുവിലുള്ള വാട്ടർ വേപ്പറിന്റെ ആക്ച്വൽ എമൗണ്ട് ആണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. മോയ്സ്ചർ റീഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തൊരു ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഉണങ്ങിയ വെയിറ്റിനോട് താരതമ്യപ്പെടുത്തി അതിൽ തിരിച്ചു കിട്ടിയ അത് എത്രത്തോളം മോയ്സ്ചർ ആണ് അബ്സോർബ് ചെയ്യുന്നത് അതിന്റെ ശതമാനത്തിനെയാണ്, അല്ലെങ്കിൽ മോയ്സ്ചർ റീഗെയിൻ തിരിച്ച് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതായത് ഉണങ്ങിയ ഒരു വെയിറ്റിനോട് ഉണങ്ങിയ ഒരു ഫൈബർ എത്രത്തോളം മോയ്സ്ചർ അത് സർഫേസിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് മോയ്സ്ചർ റീഗെയിൻ എന്ന് പറയുന്നത്. മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം അളവാണ് അതിനകത്ത് മോയ്സ്ചർ ഉള്ളത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 503. കോട്ടണിന്റെ സ്റ്റാൻഡേർഡ് വാട്ടർ റീഗെയിൻ എത്രയാണ്? കോട്ടണിന്റെ സ്റ്റാൻഡേർഡ് വാട്ടർ റീഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 8.5% കോട്ടണിന്റെ സ്റ്റാൻഡേർഡ് വാട്ടർ റീഗെയിൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫൈബറിനെ ആദ്യം പൂർണ്ണമായി ഡ്രൈ ചെയ്തിട്ട് അത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ വെക്കുന്ന സമയത്ത് ഫൈബർ എത്രത്തോളം മോയ്സ്ചർ ആണ് വീണ്ടും ആഗിരണം ചെയ്യുന്നത് എന്നുള്ള അളവാണ് മോയ്സ്ചർ റീഗെയിൻ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് കോട്ടണിൽ എത്രയാണ്? 8.5% ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 504. താഴെ പറയുന്നതിൽ പ്രകൃതിദത്ത ഖനിജ ഫൈബർ ഏതാണ്? താഴെ പറയുന്നതിൽ പ്രകൃതിദത്ത ഖനിജ ഫൈബർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ആസ്ബെസ്റ്റോസ് ആണ് അല്ലെ. ആസ്ബെസ്റ്റോസ് ആണ് പ്രകൃതിദത്ത ഖനിജ ഫൈബർ അല്ലെങ്കിൽ മിനറൽ ഫൈബർ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ലഭിക്കുന്ന മിനറൽ അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന് ലഭിക്കുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ മിനറൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഒരു എക്സാമ്പിൾ എന്താണ്? ആസ്ബെസ്റ്റോസ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഗ്ലാസ്, നൈലോൺ, അരമിഡ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഗ്ലാസ് ഫൈബർ ഒരു മിനറൽ ഇനോർഗാനിക് ഫൈബർ ആണെങ്കിലും സാധാരണ മാൻമെയ്ഡ് ഫൈബറായി നിർമ്മിക്കുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. നൈലോൺ 6 എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് പോളിയമൈഡ് ഫൈബർ ആണ്. അരമിഡ് എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് സിന്തറ്റിക് ഫൈബർ ആണ്. ഉദാഹരണത്തിന് കെവ്ലർ പോലെയുള്ള അരമിഡ് ഫൈബേഴ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 505. കോട്ടൺ സ്കാറിംഗിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കോട്ടണിന്റെ സ്കാറിംഗിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കോസ്റ്റിക് സോഡയാണ് അല്ലെ. കോസ്റ്റിക് സോഡ. എന്താണ് സ്കാറിംഗ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. റോ കോട്ടൺ അല്ലെങ്കിൽ ഗ്രേ കോട്ടണില് ഫാബ്രിക് അല്ലെങ്കിൽ റോ കോട്ടൺ അല്ലെങ്കിൽ ഗ്രേ കോട്ടൺ ഫാബ്രിക്കിൽ വാക്സ്, ഗ്രീസ്, ഓയിൽ, ഡേർട്ട്, പെക്ടിങ് അങ്ങനെ തുടങ്ങിയ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെ. ഈ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്തിട്ട് കോട്ടണിനെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ്
ക്ലീൻ ആൻഡ് അബ്സോർബന്റ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാറിംഗ് എന്ന് പറയുന്നത്. സ്കാറിംഗിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ എന്താണ്? കോസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് NaOH. കോസ്റ്റിക് സോഡയാണ് സ്കാറിംഗിൽ ഉപയോഗിക്കുന്നത്. കോട്ടന്റെ സ്കാറിംഗിൽ അതിന്റെ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH എന്നാണ് അതിന്റെ പേര്, രാസനാമം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. 506 ടർക്കി റെഡ് ഓയിൽ എന്നത് എന്താണ്? ടർക്കി റെഡ് ഓയിൽ എന്നത് എന്താണ്? ടർക്കി റെഡ് ഓയിൽ എന്ന് പറയുന്നത് സർഫേസ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അതായത് ടർക്കി റെഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് സൾഫണേറ്റഡ് കാസ്റ്റർ ഓയിൽ ആണിത്. ടെക്സ്റ്റൈൽ പ്രോസസിംഗിൽ ഒരു സർഫേസ് ആക്റ്റീവ് ഏജന്റ് അഥവാ വെറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സർഫേസ് ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ലിക്വിഡിന്റെ സർഫേസ് ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതോടെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ഡൈയിങ്, വെറ്റിംഗ് പ്രോസസ് തുടങ്ങിയ സമയത്ത് വാട്ടർ അല്ലെങ്കിൽ പ്രോസസിംഗ് ലിക്കർ ഫൈബറിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ വെറ്റ് ചെയ്യാനും പെനിട്രേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ് ടർക്കി റെഡ് ഓയിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 507 സിഞ്ചിങ് പ്രക്രിയയിൽ നീക്കം ചെയ്യുന്നത് എന്താണ്? പ്രൊട്രൂഡിംഗ് ഫൈബേഴ്സ് ആണ് അല്ലെ. പ്രൊട്രൂഡിംഗ് ഫൈബേഴ്സ് എന്താണ്? സിഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഫാബ്രിക് അല്ലെങ്കിൽ യാണിന്റെ സർഫേസിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചെറിയ ലൂസ് അല്ലെങ്കിൽ പ്രൊട്രൂഡിംഗ്, ലൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രൊട്രൂഡിംഗ് ആയിട്ടുള്ള ഫൈബേഴ്സിനെയാണ് നമ്മള് അങ്ങനെ തള്ളി നിൽക്കുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ പ്രൊട്രൂഡിംഗ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഫാബ്രിക്കിനെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു നിശ്ചിത അളവിലുള്ള ഫ്ലെയിം അല്ലെങ്കിൽ ഹീറ്റഡ് ആയിട്ടുള്ള ചൂട് ഉള്ള ഒരു സർഫേസിൽ കൂടെ അല്ലെങ്കിൽ സർഫേസിന്റെ സമീപത്തൂടെ കടത്തി വിടുമ്പോൾ ഈ പ്രൊട്രൂഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഫൈബേഴ്സ് ഒക്കെ കത്തിപ്പോവും, കരിഞ്ഞു പോവും. അങ്ങനെ അതിന്റെ സർഫേസ് സ്മൂത്ത് ആക്കുകയും അതുപോലെ തന്നെ ഫസിനെസ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സിഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പ്രൊട്രൂഡിംഗ് ഫൈബേഴ്സ് ഹീറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്ലെയിം ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കരിച്ചു കളയുന്ന അല്ലെങ്കിൽ അതിനെ കത്തിച്ചു കളയുന്ന പ്രോസസ്സാണ് സിഞ്ചിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 508 കണ്ടിന്യൂസ് ബ്ലീച്ചിങ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ഏജന്റ് ഏതാണ്? ഏതാണ് ഉത്തരം? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഉത്തരം. സ്കൗറിംഗ് കഴിഞ്ഞ് കോട്ടന്റെ ബാക്കിയുള്ള നാച്ചുറൽ കളറിംഗ് മാറ്റേഴ്സ് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ബ്ലീച്ചിങ് ചെയ്യുന്നുണ്ട്. അതായത് ഫാബ്രിക്കിന് കൂടുതൽ വൈറ്റ്നെസ്, അതിനകത്തുള്ള ഒരു ഡൾനെസ് മാറി പുതിയ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കിട്ടാനായിട്ട് നമ്മൾ ബ്ലീച്ചിങ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടിന്യൂസ് ബ്ലീച്ചിങ് എന്നത് ഫാബ്രിക്കിനെ കണ്ടിന്യൂസ് പ്രോസസിംഗ് ലൈനിലൂടെ കടത്തിയിട്ട് ബ്ലീച്ചിങ് ചെയ്യുന്നതാണ്. ഈ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്, അതായത് H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് അഥവാ H2O2. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഓക്സിഡൈസിംഗ് ബ്ലീച്ചിങ് ഏജന്റ് ആണിത്. കോട്ടണിലെ അൺവാണ്ടഡ് നാച്ചുറൽ കളറിംഗ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് വൈറ്റ്നെസ്, അത് വെളുപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 509 സ്റ്റോവിംഗ് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? ബ്ലീച്ചിങ് വിത്ത് സൾഫർ ഡയോക്സൈഡ്. എന്താണ് സ്റ്റോവിംഗ് എന്ന് പറഞ്ഞാൽ? സൾഫർ ഡയോക്സൈഡ് അതായത് SO2 ഉപയോഗിച്ച് ബ്ലീച്ചിങ് ചെയ്യുന്ന ഒരു പഴയ ബ്ലീച്ചിങ് മെത്തേഡിനെയാണ് നമ്മൾ സ്റ്റോവിംഗ് എന്ന് പറയുന്നത്. സൾഫർ ഡയോക്സൈഡ് ഉപയോഗിച്ച്, അതായത് SO2 ഉപയോഗിച്ച് ബ്ലീച്ചിങ് ചെയ്യുന്ന ഒരു പഴയ ബ്ലീച്ചിങ് മെത്തേഡിനെയാണ് നമ്മൾ സ്റ്റോവിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സൾഫർ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഫാബ്രിക്കിന്റെ അൺവാണ്ടഡ് കളർ അല്ലെങ്കിൽ കളറിംഗ് മാറ്റർ കുറച്ച് വൈറ്റനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 510 ഷ്രിങ്ക് റെസിസ്റ്റന്റ് വൂൾ തയ്യാറാക്കുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ക്ലോറിനേഷനിലൂടെയാണ് തയ്യാറാക്കുന്നത് അല്ലെ. വൂള് ഷ്രിങ്കേജ് ഉണ്ടാക്കുന്നത് എന്താണ്? അതായത് വൂൾ ഫൈബേഴ്സിന്റെ സർഫേസിൽ ചെറിയ സ്കെയിൽസ് കാണപ്പെടുന്നുണ്ട്. വൂളിന് നനയ്ക്കുകയും അതുപോലെ തന്നെ ഹീറ്റ്, മോയ്സ്ചർ, മെക്കാനിക്കൽ എജിറ്റേഷൻ എന്നിവയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ ഈ സ്കെയിൽസ് തമ്മിൽ ഇന്റർലോക്ക് ചെയ്യുന്നു. അപ്പോഴങ്ങനെയാണ് വൂൾ ഫാബ്രിക് എന്ത് ചെയ്യുന്നത്? ഷ്രിങ്ക് ആവുന്നത്. അപ്പൊ ഈ ഷ്രിങ്കേജ് ടെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വൂൾ ഫൈബറിനെ പ്രത്യേക കെമിക്കൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു പ്രധാന രീതിയാണ് എന്ത്? ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ക്ലോറിനേഷൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്ലോറിൻ ട്രീറ്റ്മെന്റ് വഴി വൂൾ ഫൈബേഴ്സ് സർഫേസിലെ സ്കെയിൽസിന്റെ സ്വഭാവം മാറ്റി സ്കെയിൽ ടു സ്കെയിൽ ഇന്റർലോക്കിംഗ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി വൂളിന്റെ ഷ്രിങ്കേജ് ടെൻഡൻസി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
ഓപ്ഷൻസിലെ കാർബണൈസേഷൻ നോക്കാം. കാർബണൈസേഷൻ എന്ന് പറയുന്നത് വൂളിലുള്ള വെജിറ്റബിൾ ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ 511. കോട്ടണിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്തിനോടൊപ്പം? കോട്ടണിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്തിനോടൊപ്പം? എന്താണ് ഉത്തരം? ഇൻക്രീസ് ഇൻ മോയ്സ്ചർ. ഇൻക്രീസ് ഇൻ മോയ്സ്ചർ, അതായത് കോട്ടൺ ഫൈബേഴ്സ്. കോട്ടൺ ഫൈബർ പ്രോപ്പർട്ടീസിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണ് എന്ത്? മോയ്സ്ചർ അല്ലെ? എന്താണ്? അതായത് കോട്ടൺ ഒരു ഹൈഡ്രോഫിലിക് ഫൈബർ ആണ്. എന്താണ് ഹൈഡ്രോഫിലിക് ഫൈബർ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഫൈബർ ആണ്. കോട്ടൺ ഒരു ഹൈഡ്രോഫിലിക് ഫൈബർ ആണ്, അതായത് കോട്ടണിന് മോയ്സ്ചർ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. കോട്ടൺ ഫൈബറിൽ മോയ്സ്ചർ കൂടുമ്പോൾ അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് സാധാരണയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. മോയ്സ്ചർ, അതായത് കോട്ടൺ ഫൈബറിൽ ഈർപ്പം, മോയ്സ്ചർ കൂടുമ്പോൾ അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോ അതായത് ഡ്രൈ കോട്ടൺ അപേക്ഷിച്ച് മോയ്സ്ചർ കോട്ടണിന്റെ സ്ട്രെങ്ത് കൂടുതലാണ് എന്നാണ് പറയുന്നത്. കോട്ടന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്തിനോടൊപ്പം എന്നുള്ളത് ഓപ്ഷൻസിൽ ഏതാണ്? അപ്പൊ ഇൻക്രീസ് ഇൻ മോയ്സ്ചർ. അടുത്ത ക്വസ്റ്റ്യൻ 512. തീപിടുത്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഏത് വസ്ത്രമാണ് അനുയോജ്യം? തീപിടുത്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഏത് വസ്ത്രമാണ് അനുയോജ്യം? ഓപ്ഷൻസിലെ ഏതാണ്? വൂൾ ആണ് അനുയോജ്യമായിട്ടുള്ളത്. കാരണം എന്താണെന്ന് നോക്കാം. വൂൾ ഒരു പ്രോട്ടീൻ ഫൈബർ ആണ്. അതിന് നാച്ചുറൽ ആയിട്ട് ഹൈ ഫ്ലെയിം റെസിസ്റ്റൻസ് ഉണ്ട്. വൂളിന് എന്താണ്? നാച്ചുറലി ഒരു ഹൈ ഫ്ലെയിം റെസിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. വൂൾ എളുപ്പത്തിൽ തീ പിടിക്കില്ല. തീയിൽ എക്സ്പോസ്ഡ് ആയാൽ സാധാരണയായിട്ട് സെൽഫ് എക്സ്റ്റിംഗ്വിഷിംഗ് ടെൻഡൻസി കാണിക്കുകയും ഉരുകി കത്തുന്ന സിന്തറ്റിക് ഫൈബർ പോലെ തീ പടർത്താതിരിക്കുകയും ചെയ്യും. അതായത് വൂൾ സാധാരണയായിട്ട് തീയിൽ എക്സ്പോസ്ഡ് ആയാൽ എന്താണ്? സെൽഫ് എക്സ്റ്റിംഗ്വിഷിംഗ് ടെൻഡൻസി കാണിക്കുകയും ഉരുകി കത്തുന്ന സിന്തറ്റിക് ഫൈബേഴ്സ് പോലെ തീ പടർത്താതിരിക്കുകയും ചെയ്യും. തീ പടരാതെ തന്നെ മെല്ലെ 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 ഉരുകി ഇതാവുന്ന രീതിയിലുള്ള സ്പ്രെഡ് ആവാതെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ വൂൾ ഗാർമെന്റ്സ് കൂടുതൽ അനുയോജ്യമാണ്. ഓപ്ഷൻസിൽ ഉള്ളതിലെ വൂളാണ് അനുയോജ്യം എന്നാണ് പറയുന്നത് കേട്ടോ. കോട്ടൺ എന്ന് പറയുന്ന സെല്ലുലോസിക് ഫൈബർ ആണ്. എളുപ്പത്തിൽ ഇഗ്നൈറ്റ് ചെയ്യും, എളുപ്പത്തിൽ കത്തും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കത്താൻ സാധ്യതയുണ്ട്. സിൽക്കിന് എന്താണ്? ചില രീതിയിലുള്ള ഫ്ലെയിം റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിലും വൂളിനെക്കാട്ടിലും കുറവാണ്. ലിനനും അതുപോലെ തന്നെ എന്താണ്? കോട്ടൺ പോലെ എളുപ്പത്തിൽ ബേൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഫൈബറാണ്. അടുത്ത ക്വസ്റ്റ്യൻ 513. കോൾഡ് മേഴ്സറൈസിംഗിൽ NaOH കോൺസെൻട്രേഷൻ എത്രയാണ്? കോൾഡ് മേഴ്സറൈസിംഗിൽ NaOH കോൺസെൻട്രേഷൻ എത്രയാണ്? 18 മുതൽ 22% വരെ. 18 മുതൽ 22% വരെയാണ്. അതായത് മേഴ്സറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ യാൺ അല്ലെങ്കിൽ ഫാബ്രിക്കിനെ കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മേഴ്സറൈസേഷൻ പറയുന്നത്. മേഴ്സറൈസേഷൻ ചെയ്താൽ എന്താണ്? അതിന്റെ തിളക്കം വർദ്ധിക്കും, സ്ട്രെങ്ത് വർദ്ധിക്കും, ഡൈ അഫിനിറ്റി മെച്ചപ്പെടും, അതുപോലെ തന്നെ ഫൈബർ കൂടുതലായിട്ട് സ്മൂത്തും യൂണിഫോമും ആകും. അങ്ങനെയാണെങ്കിൽ കോൾഡ് മേഴ്സറൈസേഷൻ എന്താണ്? മേഴ്സറൈസിംഗ് എന്താണ്? റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റിലേറ്റീവ്ലി ലോ ടെമ്പറേച്ചറിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaOH സൊല്യൂഷൻ ഉപയോഗിച്ച് കോട്ടനെ മേഴ്സറൈസേഷൻ ചെയ്യുന്നതാണ് കോൾഡ് മേഴ്സറൈസിംഗ് എന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ റിലേറ്റീവ്ലി താരതമ്യേന ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള അവസ്ഥയിൽ കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ ഉപയോഗിച്ച് കോട്ടനെ മേഴ്സറൈസിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൾഡ് മേഴ്സറൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രകാരം എത്രയാണ് അളവെന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ 18 മുതൽ 22% വരെയാണ് NaOHന്റെ അളവ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ എത്രയാണ്? 18 മുതൽ 22% വരെ. അടുത്ത ക്വസ്റ്റ്യൻ 514. സെക്കൻഡറി പ്രോപ്പർട്ടി ഓഫ് ടെക്സ്റ്റൈൽ ഫൈബർ ഏതാണ്? ഒരു ടെക്സ്റ്റൈൽ ഫൈബറിന്റെ സെക്കൻഡറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി? ആദ്യം നമുക്ക് പ്രൈമറി പ്രോപ്പർട്ടീസ് എന്താണ്? ഒരു ഫൈബറിനെ ടെക്സ്റ്റൈൽ ഫൈബറായി ഉപയോഗിക്കാൻ ആവശ്യമായ അടിസ്ഥാന ഗുണങ്ങളെയാണ് നമ്മുടെ പ്രൈമറി പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ്? ഫൈബറിന്റെ ലെങ്ത്, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, കൊഹസീവ്നെസ്, അതുപോലെ തന്നെ ഫൈനസ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഫൈബറിന്റെ ടെക്സ്റ്റൈൽ സ്യൂട്ടബിലിറ്റി നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. ക്വസ്റ്റനിൽ എന്താണ്? സെക്കൻഡറി പ്രോപ്പർട്ടീസ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? ഫൈനസ് ആണ് സെക്കൻഡറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫൈനസ് ആണ്. ലെങ്ത്തും സ്ട്രെങ്ത്തും വെയിറ്റും ഒന്നുമല്ല, ഫൈനസ് ആണ്. ഫൈനസ് എന്നത് ഫൈബർ എത്രത്തോളം ഫൈൻ അല്ലെങ്കിൽ കോസ് എന്നാണ് സൂചിപ്പിക്കുന്നത്.
515 ഡീഗമ്മിങ് സമയത്ത് നീക്കം ചെയ്യുന്നത് എന്താണ്? ഡീഗമ്മിങ് സമയത്ത് നീക്കം ചെയ്യുന്നത് എന്താണ്? നമ്മൾ മുന്നേ ഇതൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിൽക്കിന്റെ ഡീഗമ്മിങ് സമയത്ത് നീക്കം ചെയ്യുന്നത് സിൽക്കിലുള്ള ഗമ്മി സബ്സ്റ്റൻസ് ആയിട്ടുള്ള സെറിസിനെയാണ് അല്ലെ. ഗമ്മി കോട്ടിംഗ്, ഗമ്മി ആയിട്ടുള്ള സെറിസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഗമ്മിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻസിലെ ഫൈബ്രോണിൻ എന്താണ്? നമ്മൾക്ക് അറിയാം എന്താണ്? മെയിൻ സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് അല്ലെ. ഫൈബ്രോണിൻ എന്ന് പറയുന്നത് സെറിസിൻ എന്ന് പറയുന്നത് സിൽക്കി ഗമ്മി സബ്സ്റ്റൻസ് ആണ്. ഫൈബ്രോണിൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 516. വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്ന ഡൈ ഏതാണ്? വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്ന ഡൈ ഏതാണ്? റിയാക്റ്റീവ് ഡൈസ് ആണ്. റിയാക്റ്റീവ് ഡൈസ് വെള്ളത്തിൽ സൊല്യൂബിൾ ആയ ഡൈസ് ആണ്, സൊല്യൂബിൾ ആവുന്ന ഡൈസ് ആണ്. ഇവ പ്രത്യേകിച്ചും കോട്ടൺ പോലെയുള്ള സെല്ലുലോസിക് ഫൈബേഴ്സിലാണ് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നാഫ്തോൾ ഡൈസ് എന്ന് പറയുന്ന ഓപ്ഷനിലെ നാഫ്തോൾ ഡൈസ് എന്താണ്? സാധാരണയായിട്ട് ഇൻസൊല്യൂബിൾ അസോ പിഗ്മെന്റ്സ് ആണിത്. ഇൻസൊല്യൂബിൾ അസോ പിഗ്മെന്റ്സ് ഫൈബറിൽ രൂപപ്പെടുത്തുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഡൈ സമയത്ത് സാധാരണ വാട്ടർ സൊല്യൂബിൾ ഡൈ ആയി നേരിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് അല്ല ഇത്. റിയാക്റ്റീവ് ഡൈസ് എന്താണ്? വാട്ടർ സൊല്യൂബിൾ ആണല്ലേ. ഡിസ്പേഴ്സ് ഡൈസോ വെള്ളത്തിൽ ഇൻസൊല്യൂബിൾ അല്ലെങ്കിൽ വെരി സ്പെയറിംഗ്ലി സൊല്യൂബിൾ ആയിട്ടുള്ള ഡൈസ് ആണിത്. പ്രധാനമായിട്ടും പോളിസ്റ്റർ പോലെയുള്ള ഹൈഡ്രോഫോബിക് ഫൈബേഴ്സിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സൾഫർ ഡൈസോ സാധാരണ വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്. ഡൈയിങ് സമയത്ത് അവയെ സൊല്യൂബിൾ ഫോമിലേക്ക് മാറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്രൂപ്പിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായി? സ്ക്രൂപ്പിംഗ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 517ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അസറ്റിക് ആസിഡ് ട്രീറ്റ്മെന്റ് ഓഫ് സിൽക്ക്. അസറ്റിക് ആസിഡ് ട്രീറ്റ്മെന്റ് ഓഫ് സിൽക്കുമായിട്ടാണ് സ്ക്രൂപ്പിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് സ്ക്രൂപ്പിംഗ്? സിൽക്ക് ഫാബ്രിക്കിനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സിൽക്ക് ഫാബ്രിക്സിന് ഉണ്ടാവുന്ന ഒരു പ്രത്യേക ക്രിസ്പ് അല്ലെങ്കിൽ റസ്ലിംഗ് അല്ലെങ്കിൽ ക്രാക്ലിംഗ് സൗണ്ട് ആണ് സ്ക്രൂപ്പ് എന്ന് പറയുന്നത്. സിൽക്ക് ഫാബ്രിക്കിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ക്രിസ്പ് അല്ലെങ്കിൽ റസ്ലിംഗ് അല്ലെങ്കിൽ ക്രാക്ലിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആണ് സ്ക്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് സിൽക്കിന് പ്രത്യേകിച്ച് നമ്മൾ ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ് ട്രീറ്റ്മെന്റ് വിധേയമാക്കുമ്പോൾ ഈ പ്രത്യേക റസ്ലിംഗ് സൗണ്ട് നമുക്ക് ലഭിക്കും. സിൽക്കിന്റെ ഫിനിഷിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ് ഈ സ്ക്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സിൽക്ക് ഫാബ്രിക് നമ്മൾ കയ്യിലെടുത്ത് ചുരുട്ടുകയോ അല്ലെങ്കിൽ ഉരസുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു റസ്ലിംഗ് സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇതാണ് സ്ക്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് സിൽക്ക് പ്രോപ്പർട്ടിന് പ്രത്യേകമായി അതായത് ക്രിസ്പ് ആൻഡ് അട്രാക്റ്റീവ് ഹാൻഡിൽ നൽകുന്ന ഒരു പ്രോപ്പർട്ടി ഓഫ് സിൽക്ക് ആണ് ഇത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഷിയറിംഗ്, സൾഫർ, ഡൈയിങ്, അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഷിയറിംഗ് ഒക്കെ. ഇനി 518 റിംഗ് സ്പൺ യാണിൽ ട്വിസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? റിംഗ് സ്പൺ യാണിൽ ട്വിസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഷീത്ത് കൂടുതൽ എന്നാണ് ആൻസർ വരുന്നത്. റിംഗ് സ്പൺ യാൺ അല്ലെ. എന്താണ് റിംഗ് സ്പിന്നിങ്? റിംഗ് സ്പിന്നിങ്ങിന് ഫൈബേഴ്സിനെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത ശേഷം സ്പിൻഡിൽ, റിംഗ്, ട്രാവലർ എന്നിവയിലൂടെ സഹായത്തോടെ ട്വിസ്റ്റ് നൽകി യാൺ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. റിംഗ് സ്പിന്നിങ്ങിൽ ഫൈബേഴ്സിനെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത ശേഷം സ്പിൻഡിൽ, റിംഗ്, ട്രാവലർ എന്നിവയിലൂടെ അല്ലെങ്കിൽ എന്നിവയുടെ സഹായത്തോടെ നമ്മൾ ട്വിസ്റ്റ് നൽകി യാൺ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? റിംഗ് സ്പൺ യാണിൽ ട്വിസ്റ്റ് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ട്വിസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഒരേപോലെയാണോ? അല്ല. റിംഗ് സ്പൺ യാണിന്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ ഔട്ടർ ലെയർ അതായത് ഷീത്ത് ഭാഗത്ത് ട്വിസ്റ്റ് കൂടുതലായിരിക്കും, സെന്റർ അല്ലെങ്കിൽ കോർ ഭാഗത്ത് ട്വിസ്റ്റ് താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ടാണ് ആൻസറിൽ ഷീത്തിൽ കൂടുതലാണ് എന്ന് പറയുന്നത്. അതായത് റിംഗ് സ്പിന്നിങ് സമയത്ത് യാൺ ഫോർമേഷൻ നടക്കുമ്പോൾ ഫൈബർ യാൺസിനെ ആക്സിസിനെ ചുറ്റിപ്പറ്റിങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് സർഫേസിലുള്ള ഫാബ്രിക്സ് കൂടുതൽ ആംഗിളിൽ ട്വിസ്റ്റ് സ്വീകരിക്കുകയും അപ്പൊ ഔട്ടർ റീജിയനിൽ ട്വിസ്റ്റ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, നടുഭാഗത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. കോർ ഭാഗത്ത് ട്വിസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 519 എന്താണ് ക്വസ്റ്റ്യൻ? യൂണിസെല്ലുലാർ ഫൈബർ ഏത്? യൂണിസെല്ലുലാർ ഫൈബർ ഏതാണ്? കോട്ടൺ ആണ് യൂണിസെല്ലുലാർ ഫൈബർ. അതായത് ഒരു സിംഗിൾ സെല്ലിന്റെ നീണ്ട അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള നീണ്ട വളർച്ചയായിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് നീണ്ട വളർച്ചയായിട്ട് രൂപപ്പെടുന്ന ഫൈബറിനെയാണ് യൂണിസെല്ലുലാർ ഫൈബർ എന്ന് പറയുന്നത്. കോട്ടൺ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അതായത് കോട്ടൺ ഫൈബർ യഥാർത്ഥത്തിൽ കോട്ടൺ സീഡിന്റെ സർഫേസിൽ വളരുന്ന സിംഗിൾ എപ്പിഡേർമൽ സെല്ലിന്റെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള അതായത് നീണ്ട വളർച്ച എലോങ്ങേറ്റഡ് ഫോം ആണ് കോട്ടൺ ഫൈബർ എന്ന് പറയുന്നത്.
ബാക്കിയുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള സിൽക്ക്, അതുപോലെ ജ്യൂട്ട്, റാമി. എന്താണ് ജ്യൂട്ടൊക്കെ മൾട്ടിപ്പിൾ സെൽസ് ആണ്. റാമി അതുപോലെ തന്നെ സെൽസിന്റെ ബണ്ടിൽസ് ആയിട്ട് കാണപ്പെടുന്നതാണ്. സിൽക്വം അതുപോലെ തന്നെ പ്രോട്ടീൻ ഫിലമെന്റ് ആണ്, നമുക്ക് സിംഗിൾ സെൽ ഫൈബർ ആയിട്ട് പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ 520. വൂളിലുള്ള പ്രോട്ടീൻ ഏതാണ്? വൂളിലുള്ള പ്രോട്ടീൻ ഏതാണ്? കെരാറ്റിൻ ആണ് വൂളിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. കെരാറ്റിൻ ആണ്. കെരാറ്റിൻ ഒരു ഫിബ്രസ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണിത്. എന്താണ് വൂളിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് കെരാറ്റിൻ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, കാർബണൈസിംഗിൽ സഹായിക്കുന്ന വൂൾ പ്രോപ്പർട്ടി ഏത്? കാർബണൈസിംഗിൽ സഹായിക്കുന്ന വൂൾ പ്രോപ്പർട്ടി ഏത്? ചോദ്യം 521. കാർബണൈസിംഗിൽ സഹായിക്കുന്ന വൂൾ പ്രോപ്പർട്ടി ഇതാണ്, ആസിഡ് റെസിസ്റ്റൻസ് ആണ്. ആസിഡ് റെസിസ്റ്റൻസ്. കാർബണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? വൂൾ ഫൈബറിൽ ഉണ്ടാവുന്ന വെജിറ്റബിൾ ഇമ്പ്യൂരിറ്റീസ്, അതായത് സീഡ്സോ ഗ്രാസോ വെജിറ്റബിൾ മാറ്ററോ ഉള്ളതിനെ നമ്മൾ നീക്കം ചെയ്യുന്നതിനുള്ള കെമിക്കൽ പ്രോസസ്സാണ് കാർബണൈസേഷൻ എന്ന് പറയുന്നത്. കാർബണൈസേഷനിൽ സാധാരണയായിട്ട് നമ്മൾ ആസിഡ് ട്രീറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ആസിഡ് ഉപയോഗിച്ച് വെജിറ്റബിൾ മാറ്റേഴ്സിനെ കാർബണൈസ് അല്ലെങ്കിൽ ബ്രിട്ടിലാക്കുന്നു. പിന്നീട് നമ്മൾ ഇതിനെ മെക്കാനിക്കൽ ആക്ഷൻ വഴി നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വൂളിന്റെ ഒരു പ്രധാന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് പറഞ്ഞത്? ആസിഡ്സ്. അതായത് വൂളിന് ഡൈല്യൂട്ട് ആസിഡ്സിനോട് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അതേസമയം വെജിറ്റബിൾ മാറ്റർ ആസിഡിനോട് കമ്പാരിറ്റീവ്ലി ലെസ് റെസിസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ആസിഡ് ട്രീറ്റ്മെന്റ് നൽകുമ്പോൾ വെജിറ്റബിൾ മാറ്റേഴ്സിനെ ഡാമേജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വൂളിന് ഈ ആസിഡ് അഫക്റ്റ് ചെയ്യുമില്ല, നമ്മൾക്ക് വെജിറ്റബിൾ മാറ്റേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ 522. മൾബറി സിൽക്ക് നൽകുന്ന സ്പീഷീസ് ഏത്? മൾബറി സിൽക്ക് നൽകുന്ന സ്പീഷീസ് ഏതാണ്? ബോംബിക്സ് മോറി. ബോംബിക്സ് മോറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് മൾബറി സിൽക്ക് ലഭിക്കുന്നത്. ബോംബിക്സ് മോറി എന്ന് പറയുന്ന സിൽക്വമിൽ നിന്നാണ്. ഈ സിൽക്വമിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? മൾബറി ലീവ്സ്, അതായത് മൾബറി ചെടിയുടെ ഇലകളാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ മൾബറി സിൽക്വം എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറയാം. ഫിലോസാമിയ റിസിനി എന്ന് പറയുന്നത് എന്താണ്? എറി സിൽക്കുമായി ബന്ധപ്പെട്ട സിൽക്വമാണ്. ഫിലോസാമിയ റിസിനി എന്ന് പറയുന്നത് എറി സിൽക്കുമായി ബന്ധപ്പെട്ട സിൽക്വമാണ്. പിന്നെന്താണ്? ആന്തറിയ പേഫിയ. ആന്തറിയ പേഫിയ എന്ന് പറയുന്നത് ടസർ സിൽക്കുമായി ബന്ധപ്പെട്ട സ്പീഷീസ് ആണ്. അതുപോലെ തന്നെ ആന്തറിയ അസമെൻസിസ് എന്ന് പറയുന്നത് മൂഗ സിൽക്കിന്റെ പ്രധാന സിൽക്വം സ്പീഷീസ് ആണ്. ആന്തറിയ അസമെൻസിസ് എന്ന് പറയുന്നത് മൂഗ സിൽക്കിന്റെ പ്രധാനപ്പെട്ട സിൽക്വം സ്പീഷീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 523. വിസ്കോസ് റയോൺ സ്പിന്നിംഗ് ബാത്തിൽ ഉപയോഗിക്കുന്നത് ഏത്? വിസ്കോസ് റയോണിന്റെ സ്പിന്നിംഗ് ബാത്തിൽ ഉപയോഗിക്കുന്നത് ഏത്? എന്താണ് ഉപയോഗിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക്, അതായത് വിസ്കോസ് റയോൺ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് സിമ്പിളായി നോക്കാം. അതായത് വിസ്കോസ് റയോൺ ഒരു റീജനറേറ്റഡ് സെല്ലുലോസ് ഫൈബർ ആണ് അല്ലെ. സെല്ലുലോസിനെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വിസ്കോസ് സൊല്യൂഷൻ, അതായത് വിസ്കോസ് ഡോപ്പ് ആദ്യം ഉണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ വിസ്കോസ് സൊല്യൂഷന് വളരെ ചെറിയ ഓപ്പണിങ്സ് ഉള്ള സ്പിന്നററ്റ് വഴി, സ്പിന്നററ്റ് എന്ന് പറഞ്ഞാൽ ഷവർ പോലെ, നമ്മൾ ഷവറിനകത്തൂടെ നമുക്ക് പുറത്തേക്ക് വെള്ളം വരുന്നില്ല, അതുപോലെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉള്ള ഒരു സംഭവമാണ് സ്പിന്നററ്റ് എന്ന് പറയുന്നത്. അതിനകത്തുകൂടി ഈ കെമിക്കൽ സൊല്യൂഷൻ പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റയോണിൽ ഫിലമെന്റ് രൂപപ്പെടുന്നത്. അപ്പൊ ഈ അതായത് റയോൺ ഉണ്ടാക്കാനുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? സെല്ലുലോസ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന വിസ്കോസ് സൊല്യൂഷൻ ഈ സ്പിന്നററ്റ് വഴി പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും നൂല് പോലെ ഈ കെമിക്കൽ സൊല്യൂഷൻ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ റയോൺ ഫിലമെന്റ്. ഈ കെമിക്കൽ സൊല്യൂഷനെയാണ് നമ്മൾ സ്പിന്നിംഗ് ബാത്ത് എന്ന് പറയുന്നത്. സ്പിന്നിംഗ് ബാത്തിന്റെ പ്രധാന കെമിക്കൽ ഏതാണ്? ഈ സ്പിന്നിംഗ് ബാത്തിന്റെ പ്രധാന കെമിക്കൽ എന്ന് പറയുന്നതാണ് വിസ്കോസ് റയോൺ. സ്പിന്നിംഗ് ബാത്തിൽ പ്രധാനമായും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. അതാണ് ആൻസർ. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് വിസ്കോസ് റയോണിന്റെ സ്പിന്നിംഗ് ബാത്തിലെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് വിസ്കോസ് സെല്ലുലോസ് സാന്തേറ്റിനെ നമ്മൾ എന്താണ് റീജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുവഴി സെല്ലുലോസ് ഫൈബർ ആയിട്ട് നമുക്ക് രൂപപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, നൈലോൺ 6 നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മോണോമർ ഏത്? നൈലോൺ 6 നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മോണോമർ ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ്? കാപ്രോലാക്ടം. കാപ്രോലാക്ടം ആണ് മോണോമർ. എന്താ? നൈലോൺ 6 നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മോണോമർ എന്ന് പറയുന്നത് കാപ്രോലാക്ടം ആണ്. അതായത് ഒരു സിന്തറ്റിക് ഫൈബർ ആണ് നൈലോൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നൈലോൺ 6 എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് പോളി അമൈഡ് ഫൈബർ ആണ്. നൈലോൺ 6 നിർമ്മിക്കാൻ നമുക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന മോണോമർ ഏതാണ്? കാപ്രോലാക്ടം. ഓപ്ഷൻസ് നോക്കണ്ട.
അടുത്ത ക്വസ്റ്റ്യൻ 525 ക്വസ്റ്റ്യൻ. ഇൻഡിഗോ ഒരു പ്രകൃതിദത്ത ഡൈ ആണ്, അതിന്റെ ഉറവിടം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡിഗോ ഒരു പ്രകൃതിദത്ത ഡൈ ആണ്, അതിന്റെ ഉറവിടം ഏതാണ്? വെജിറ്റബിൾ ഒറിജിൻ. ഇൻഡിഗോയുടെ ഒറിജിൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഒറിജിൻ ആണ്. ഇൻഡിഗോ ഒരു പ്രശസ്തമായ നാച്ചുറൽ ബ്ലൂ ഡൈ ആണ് അല്ലെ. അതായത് ചരിത്രപരമായത് സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇൻഡിഗോ ഫെറ ടിങ്ടോറിയ എന്ന ചെടിയിൽ നിന്നാണ് നമുക്ക് നാച്ചുറൽ ഇൻഡിഗോ ലഭിക്കുന്നത്. ഇൻഡിഗോ ഫെറ ടിങ്ടോറിയ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നാണ് നമുക്ക് നാച്ചുറൽ ഇൻഡിഗോ ലഭിക്കുന്നത്. ഇൻഡിഗോയ്ക്ക് വളരെ പ്രശസ്തമായ ഒരു ഡീപ്പ് ബ്ലൂ കളറാണ് ഉള്ളത് അല്ലെ. ഇത് കോട്ടൺ പോലെയുള്ള ടെക്സ്റ്റൈൽ ഫൈബർ ഡൈ ചെയ്യാൻ ചരിത്രപരം അല്ലെങ്കിൽ ഭയങ്കര വ്യാപകമായി ഉപയോഗിക്കുന്നതാണ്. ഇന്നും നമ്മൾക്ക് ഇൻഡിഗോ ബ്ലൂ ഇപ്പം ബ്ലോക്ക് പ്രിന്റഡ് സാരീസ്, കുർത്തീസ്, സൽവാസിലൊക്കെ നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പോകുന്ന ഒരു കളർ തന്നെയാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഡെനീമിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ബ്ലൂ കളറുമായി ഇൻഡിഗോയ്ക്ക് നമ്മൾ സാമ്യമുണ്ട് അല്ലെ, ഡെനീമിന്റെ ഒക്കെ കളർ പോലെ. അടുത്ത ക്വസ്റ്റ്യൻ 526. താഴെ പറയുന്നതിൽ തെർമോപ്ലാസ്റ്റിക് ഫൈബർ ഏത്? താഴെ പറയുന്നതിൽ തെർമോപ്ലാസ്റ്റിക് ഫൈബർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ഉത്തരം. നൈലോൺ ആണ്. ചൂട് നൽകിയാൽ മൃദു ആവുകയും തണുപ്പിച്ചാൽ വീണ്ടും കട്ടിയാകുകയും ചെയ്യുന്ന പോളിമർ ആണ് തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തെർമോപ്ലാസ്റ്റിക് ഫൈബറിന് ഹീറ്റ് ഉപയോഗിച്ച് ഷേപ്പ് സെറ്റിംഗ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്സ് നടത്താനായിട്ട് നമുക്ക് പറ്റും. നൈലോൺ ഒരു സിന്തറ്റിക് പോളിയമൈഡ് ഫൈബർ ആണ്, കൂടാതെ ഇതൊരു തെർമോപ്ലാസ്റ്റിക് ഫൈബറും കൂടെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 527. വൂൾ ഫൈബറിന് സ്വാഭാവികമായ ക്രിമ്പ്. വൂൾ ഫൈബറിന് സ്വാഭാവികമായി ക്രിമ്പ് ഉണ്ടാകാൻ കാരണം എന്താണ് അതിന്റെ കോർട്ടെക്സ് സ്ട്രക്ചർ. കോർട്ടെക്സ് സ്ട്രക്ചർ ആണ് വൂൾ ഫൈബറിന് സ്വാഭാവികമായൊരു വേവീനസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു വളവ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒരു വൂൾ ഫൈബറിന് നേരെയാക്കി നോക്കിയാൽ അത് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കില്ല. ചെറിയ ചെറിയ വേവ്സ് അല്ലെങ്കിൽ ബെൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ നാച്ചുറൽ ക്രിമ്പിന്റെ പ്രധാന കാരണം വൂൾ ഫൈബറിന്റെ കോർട്ടെക്സിന്റെ ഘടന, പ്രത്യേകിച്ച് കോർട്ടെക്സിന്റെ അല്ലെങ്കിൽ ഘടന വ്യത്യസ്തമായത് കൊണ്ടാണ് അതിന് അങ്ങനെയൊരു ഷേപ്പ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 528. ലിനൻ ഫൈബർ ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിനൻ ഫൈബർ ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഫ്ലാക്സ് പ്ലാന്റിൽ നിന്നാണ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 529. പോളിസ്റ്റർ ഫൈബറിന്റെ സാധാരണ ട്രേഡ് നെയിം ഏത്? പോളിസ്റ്റർ ഫൈബറിന്റെ സാധാരണ ട്രേഡ് നെയിം ഏതാണ്? ബോത്ത് ബി ആൻഡ് സി. ഏതാണ്? ഡാക്രണും ടെറിലിനും. ട്രേഡ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫൈബറിന്റെ കെമിക്കൽ ജനറിക് നെയിം കൂടാതെ ഒരു കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന ഒരു കമേഴ്ഷ്യൽ നെയിം ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ട്രേഡ് നെയിം എന്ന് പറയുന്നത്. പോളിസ്റ്റർ ഫൈബറിന്റെ പ്രധാനപ്പെട്ട ട്രേഡ് നെയിംസ് ഏതൊക്കെയാണ്? ഡാക്രണും ടെറിലിനും. അതുകൊണ്ടാണ് ആൻസർ ബോത്ത് ബി ആൻഡ് സി വരുന്നത്. ഓർലോൺ എന്ന് പറയുന്നത് എന്താണ്? അക്രിലിക് ഫൈബറിന്റെ ട്രേഡ് നെയിം ആണ് അല്ലെ. ഓർലോൺ എന്ന് പറയുന്നത് അക്രിലിക് ഫൈബറിന്റെ ട്രേഡ് നെയിം ആണ്. ഡാക്രണും ടെറിലിനുമാണ് പോളിസ്റ്ററിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 530. യാൺ കൗണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻഡയറക്ട് സിസ്റ്റം ഏത്? യാൺ കൗണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻഡയറക്ട് സിസ്റ്റം ഏതാണ്? യാൺ കൗണ്ട് എന്ന് പറയുന്നത് യാണിന്റെ ഫൈനസ് അല്ലെങ്കിൽ കോഴ്സ്നെസ് വ്യക്തമാക്കാനുള്ള ഒരു ന്യൂമറിക് സിസ്റ്റം ആണ് യാൺ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ യാൺ കൗണ്ട് സിസ്റ്റം പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. ഒന്ന് ഡയറക്ട് സിസ്റ്റവും ഒന്ന് ഇൻഡയറക്ട് സിസ്റ്റവും. ഡയറക്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത നീളമുള്ള യാണിന്റെ വെയിറ്റ് ആണ് കൗണ്ട് നിർണ്ണയിക്കുന്നത്. എക്സാമ്പിൾ ഏതാണ്? ടെക്സ്, ഡീനിയർ, ഡെസി ടെക്സ് മുതലായവയാണ് ഡയറക്ട് സിസ്റ്റത്തിൽ വരുന്നത്. ഇൻഡയറക്ട് സിസ്റ്റം എന്ന് പറയുന്നത് നിശ്ചിത വെയിറ്റിന് എത്ര ലെങ്ത് യാൺ ലഭിക്കുന്നു എന്നതാണ് കൗണ്ട് നിർണ്ണയിക്കുന്നത്. എന്താണ്? നിശ്ചിത വെയിറ്റിന്, ഒരു പെർട്ടിക്കുലർ വെയിറ്റിന് എത്ര ലെങ്ത് യാൺ ലഭിക്കുന്നു എന്നതാണ് ഇൻഡയറക്ട് സിസ്റ്റമിൽ കൗണ്ട് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് യാൺ കൂടുതൽ ഫൈൻ ആകുമ്പോൾ ഇൻഡയറക്ട് കൗണ്ട് കൂടുതലായിരിക്കും. ഇംഗ്ലീഷ് കൗണ്ട്, അതായത് NE ആണ് ഒരു പ്രധാന ഇൻഡയറക്ട് യാൺ നമ്പറിംഗ് സിസ്റ്റം ആയിട്ട് പറയുന്നത്. ഇംഗ്ലീഷ് കൗണ്ട് ഇൻഡയറക്ട് സിസ്റ്റം ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷ് കൗണ്ട് NE ആണ് ഒരു പ്രധാന ഇൻഡയറക്ട് യാൺ നമ്പറിംഗ് സിസ്റ്റം ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 531. ട്വിസ്റ്റ് പെർ ഇഞ്ച് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ട്വിസ്റ്റ് പെർ ഇഞ്ച് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ട്വിസ്റ്റ് ടെസ്റ്റർ. ട്വിസ്റ്റ് ടെസ്റ്റർ ആണ് ട്വിസ്റ്റ് പെർ ഇഞ്ച് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അതായത് യാൺ നിർമ്മിക്കുമ്പോൾ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്ട്രാൻഡ്സിന് ചുറ്റുന്ന അല്ലെങ്കിൽ ചുറ്റി തിരിയുന്ന രീതിയിൽ ട്വിസ്റ്റ് നൽകുകയാണ് ചെയ്യുന്നത്. ഈ ട്വിസ്റ്റ് യാണിന്റെ സ്ട്രെങ്ത്, അപ്പിയറൻസ്, അതുപോലെ തന്നെ കോമ്പാക്ട്നെസ് തുടങ്ങിയ പ്രോപ്പർട്ടീസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു നിശ്ചിത ലെങ്ത്തിൽ യാൺ എത്ര ട്വിസ്റ്റ് ഉണ്ട് എന്ന് അളക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ട്വിസ്റ്റ് പെർ ഇഞ്ച്, അതായത് TPI എന്ന് പറയുന്നത്.
അപ്പൊ ഇത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ട്വിസ്റ്റ് ടെസ്റ്റർ എന്ന് പറയുന്നത്. ഈ ട്വിസ്റ്റ് ടെസ്റ്ററിൽ യാൺ ഫിക്സ് ചെയ്ത്, അതായത് യാണിനെ ടെസ്റ്ററിൽ ഫിക്സ് ചെയ്തിട്ട് ട്വിസ്റ്റ് അൺട്വിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉപയോഗിച്ച് ട്വിസ്റ്റ് മെഷർ ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 532. ഫാബ്രിക് സ്ട്രെങ്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? ഫാബ്രിക്കിന്റെ സ്ട്രെങ്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത്? ഫാബ്രിക്കിന്റെ സ്ട്രെങ്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ബേർസ്റ്റിംഗ് ടെസ്റ്റും ടെൻസൈൽ ടെസ്റ്റും, രണ്ട് ടെസ്റ്റും, ബോത്ത് എ ആൻഡ് ബി, ബേർസ്റ്റിംഗ് ടെസ്റ്റും ടെൻസൈൽ ടെസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫാബ്രിക്കിന്റെ സ്ട്രെങ്ത് പരിശോധിക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇത്. അതായത് ടെൻസൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, ടെൻസൈൽ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഫാബ്രിക്കിനെ വലിക്കുമ്പോൾ, അതായത് എത്രത്തോളം വലിക്കുമ്പോൾ അത് പൊട്ടുന്നതിന് മുന്നേ എത്ര ടെൻസൈൽ ഫോഴ്സ് അത് താങ്ങുന്നു എന്ന് പരിശോധിക്കുന്നതാണ്. അതായത് ടെൻസൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെൻസൈൽ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെങ്ത്, വാർപ്പ് ഡയറക്ഷനിലും വെഫ്റ്റ് ഡയറക്ഷനിലും ഫാബ്രിക് സ്ട്രെങ്ത് പ്രത്യേകം പരിശോധിക്കാനായിട്ട് പറ്റും. ഇതിൽ വലിക്കുമ്പോൾ അതേ പൊട്ടുന്നതിന് മുന്നേ എത്ര ഫോഴ്സ് അത് താങ്ങുന്നു എന്നുള്ളതാണ്. ഇനി ബേർസ്റ്റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ബേർസ്റ്റിംഗ് ടെസ്റ്റിൽ ഫാബ്രിക്കിന്റെ ഒരു ഭാഗത്ത്, അതായത് മൾട്ടി ഡയറക്ഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് ഫാബ്രിക് പൊട്ടുന്നത് വരെ പ്രഷർ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നിറ്റഡ് ഫാബ്രിക്സ്, സ്ട്രെച്ച് ഫാബ്രിക്സ് തുടങ്ങിയവയുടെ സ്ട്രെങ്ത് പരിശോധിക്കാനാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതായത് മൾട്ടി ഡയറക്ഷനിൽ പല ഡയറക്ഷനിൽ നിന്ന് ഫോഴ്സ് ഉപയോഗിച്ച് ഫാബ്രിക് പൊട്ടുന്നത് വരെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ബേർസ്റ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 533. മേഴ്സറൈസിംഗ് പ്രോസസ്സിൽ ലസ്റ്റർ വർദ്ധിക്കാൻ കാരണം എന്ത്? മേഴ്സറൈസിംഗ് പ്രോസസ്സിൽ ലസ്റ്റർ വർദ്ധിക്കാൻ കാരണം എന്താണ്? ഫൈബർ സ്വെല്ലിംഗ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ മേഴ്സറൈസേഷൻ എന്ന് പറയുന്നത് കോട്ടൺ ഫൈബറിനെ കോൺസെൻട്രേറ്റഡ് കോസ്റ്റിക് സോഡ അഥവാ NaOH സൊല്യൂഷൻ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെ. മേഴ്സറൈസേഷൻ ചെയ്യുമ്പോൾ കോട്ടൺ ഫൈബർ സ്വെല്ലിംഗ് ഉണ്ടാവുന്നത്, അതായത് ഇങ്ങനെ സ്വെല്ലാവണം, ഫൈബർ സ്വെല്ലിംഗ്, ഇങ്ങനെ വീർക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോട്ടൺ കൂടുതൽ സിൽക്കി അപ്പിയറൻസ് അല്ലെങ്കിൽ ലെസ്റ്റർ ലഭിക്കാനായിട്ട് കാരണമാകുന്നത്. ഫൈബർ സ്വെല്ലിംഗ് എങ്ങനെയാണ് ലെസ്റ്റർ കൂട്ടുന്നത്? അതായത് മേഴ്സറൈസേഷൻ സമയത്ത് കോട്ടൺ ഫൈബറിന്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പിന് മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഫൈബർ കൂടുതൽ സ്മൂത്തും യൂണിഫോമും ആവുകയാണ് ചെയ്യുന്നത്. ക്രോസ് സെക്ഷൻ ഷേപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് അത് കൂടുതലായിട്ട് ഷേപ്പ് മാറ്റം വന്നത് സ്മൂത്ത് ആൻഡ് യൂണിഫോം ആവുന്നതായിട്ട് നമുക്ക് കാണാം. സ്മൂത്ത് സർഫേസിൽ ലൈറ്റ് കൂടുതൽ, അതായത് റെഗുലർലി റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫാബ്രിക്കിന് കുറച്ച് തിളക്കം, സ്മൂത്ത് സർഫേസിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് നല്ല ഈവൻ ആയിട്ട് റിഫ്ലക്ട് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, ഫാബ്രിക്കിന്റെ സർഫേസ് കൂടുതൽ ലസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ തിളക്കമുള്ള അപ്പിയറൻസ് ആയിട്ട് നമുക്ക് തോന്നും. ക്വസ്റ്റ്യൻ നമ്പർ 534. വീവിംഗിൽ ഷെഡിംഗ് പ്രോസസ് എന്താണ്? വീവിംഗിലെ ഷെഡിംഗ് പ്രോസസ് എന്താണ്? വാർപ്പ് സെപ്പറേഷൻ ആണ്. ഓപ്ഷൻ എ വാർപ്പ് സെപ്പറേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ, വാർപ്പ് യാണുകൾ 2 ലെയേഴ്സ് ആയിട്ട് മുകളിലേക്കും താഴേക്കും വേർതിരിച്ചൊരു ഓപ്പണിംഗ് അല്ലെങ്കിൽ അഥവാ ഷെഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഷെഡിംഗ് എന്ന് പറയുന്നത്. ഈ ഓപ്പണിങ്ങിലൂടെയാണ് പിന്നീട് നമ്മൾ വെഫ്റ്റ് യാണിനെ കടത്തിവിടുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? വെഫ്റ്റ് ഇൻസേർഷൻ. വെഫ്റ്റ് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ വാർപ്പ് യാണുകൾക്കിടയിലൂടെ വെഫ്റ്റ് യാണ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് പിക്കിംഗ് അല്ലെങ്കിൽ വെഫ്റ്റ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ബീറ്റിംഗ് എന്താണ്? ഇൻസേർട്ടഡ് വെഫ്റ്റ് യാണിനെ ഫാബ്രിക് ഫെല്ലിലേക്ക് റീഡ് ഉപയോഗിച്ച് അടുപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത് അല്ലെ. വൈൻഡിങ് എന്ന് പറയുന്നത് യാണിനെ ഒരു പാക്കേജിലേക്ക് വൈൻഡിങ് ചെയ്യുന്ന പ്രോസസ്സാണ്. നൂലിനെ ഇങ്ങനെ വൈൻഡിങ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ? വാർപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, വാർപ്പ് സെപ്പറേഷൻ. പിക്കിംഗ് എന്ന് പറഞ്ഞാൽ വെഫ്റ്റ് ഇൻസേർഷൻ. ബീറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെഫ്റ്റ് പുഷ്ഡ് ഇൻ ടു ദ ഫാബ്രിക്, ഫാബ്രിക്കിലേക്ക് ആ വെഫ്റ്റ് യാണിനെ അടുപ്പിക്കുന്ന പ്രോസസ്സാണ് ബീറ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 535. ഷട്ടിൽ ലൂമിൽ വെഫ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്തുവഴി? ഷട്ടിൽ ലൂമിൽ വെഫ്റ്റ് ഇൻസേർഷൻ ചെയ്യുന്നത് എന്തുവഴിയാണ്? ഷട്ടിൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്ന വാർപ്പ് യാണുകൾക്കിടയിലൂടെ വെഫ്റ്റ് യാണിനെ കടത്തിവിടണം അല്ലെ. ഈ കടത്തിവിടാനായിട്ട് ഷട്ടിൽ ലൂമിൽ ഈ വെഫ്റ്റ് യാണ് ഒരു ഷട്ടിലിന്റെ സഹായത്തോടു കൂടിയാണ് വാർപ്പ് യാണുകൾക്കിടയിലൂടെ കടത്തിവിടുന്നത്. ഷട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെഫ്റ്റ് യാണ് ക്യാരി ചെയ്യുന്ന ഷെഡ് ത്രൂ ദ ഷെഡിലൂടെ വെഫ്റ്റ് യാൺ ക്യാരി ചെയ്യുന്നൊരു നമ്മുടെ ബോബിൻ പോലെ ഒരു സംഭവമാണ് ഈ ഷട്ടിൽ എന്ന് പറയുന്നത് അല്ലെ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. എയർ എന്ന് പറയുന്നത് എയർ ജെറ്റ് ലൂമിൽ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് വെഫ്റ്റ് യാണിന് ഇൻസേർഷൻ നടത്തുന്നതാണ് എയർ ഉപയോഗിച്ചിട്ട്.
ഈ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈൽ ലൂമിൽ പ്രൊജക്ടൈൽ ഉപയോഗിച്ചിട്ടാണ് വെഫ്റ്റ് ഇൻസേർഷൻ ചെയ്യുന്നത്. വാട്ടർ എന്താണ്? വാട്ടർ ജെറ്റ് ലൂമിൽ വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ടാണ് വെഫ്റ്റ് ഇൻസേർഷൻ നടത്തുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? ഷട്ടിൽ ലൂമിൽ. അപ്പൊ ഷട്ടിൽ ലൂമിൽ എന്തുപയോഗിച്ചിട്ടാണ്? ഷട്ടിൽ ഉപയോഗിച്ചിട്ടാണ് വെഫ്റ്റ് ഇൻസേർഷൻ നടത്തുന്നത്. അടുത്ത ക്വസ്റ്റൻ 536. നിറ്റിങ്ങിൽ ലൂപ്പ് ഫോർമേഷൻ നടത്തുന്നത് എന്ത്? നിറ്റിങ്ങില് യാണിനെ ഇന്റർലൂപ്പിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ഫാബ്രിക് നിർമ്മിക്കുന്നത് അല്ലെ നിറ്റിംഗ് പ്രോസസ്സിൽ. അപ്പൊ ഈ ലൂപ്സ് ഉണ്ടാക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? നിറ്റിംഗ് നീഡിൽസ് ആണ്, സൂചികളാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. നീഡിൽ യാണിനെ പിടിക്കുകയും ലൂപ്പുകളിലൂടെ യാൺ കടത്തുകയും ചെയ്തിട്ട് പുതിയ ലൂപ്സ് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 537. നോൺ വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നോൺ വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്നത്? ബോണ്ടിങ് ഫൈബേഴ്സ് ബോണ്ട് ചെയ്തിട്ട്. അതായത് എന്താണ് നോൺ വോവൻ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ വീവിംഗ് അല്ലാതെ നിർമ്മിക്കുന്ന, വീവിംഗ് നിറ്റിംഗ് ഒന്നും അല്ലാതെ നിർമ്മിക്കുന്ന ഫാബ്രിക്. വോവൻ ഫാബ്രിക്സ് നമുക്ക് വാർപ്പ് വെഫ്റ്റ് യാൺസ് ഇന്റർലേസ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. നിറ്റഡ് ഫാബ്രിക്സിൽ യാൺസ് ലൂപ്സ് ഉണ്ടാക്കുന്നു. പക്ഷെ എന്നാൽ നോൺ വോവൻ ഫാബ്രിക്സിൽ എന്താണ് ഫൈബേഴ്സ് അല്ലെങ്കിൽ വെബ്സിന് എന്താണ് മെക്കാനിക്കൽ, കെമിക്കൽ അല്ലെങ്കിൽ തേർമൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ബോണ്ട് ചെയ്ത് ഫാബ്രിക് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് ബോണ്ടിങ് നമ്മൾ ചെയ്യുന്നത്? നോൺ വോവൻ ഫാബ്രിക്സ് നിർമ്മിക്കുമ്പോൾ ബോണ്ടിങ് പല രീതിയിൽ നമുക്ക് നടത്താം അല്ലെ. മെക്കാനിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഫൈബേഴ്സിനെ മെക്കാനിക്കൽ ആക്ഷൻ വഴി ഇന്റർലോക്ക് ചെയ്യാണ് ചെയ്യുന്നത് മെഷീൻസ് ഉപയോഗിച്ചിട്ട്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് അഡസീവ്സ് അല്ലെങ്കിൽ ബൈൻഡേഴ്സ്, പശ പോലെയുള്ള അഡസീവ്സോ ബൈൻഡേഴ്സോ ഉപയോഗിച്ചിട്ടാണ് ബോണ്ടിങ് ചെയ്യുന്നത്. തേർമൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഉപയോഗിച്ച് തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സിനെ ബോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം സ്പിന്നിങ്ങും വീവിങ്ങും നിറ്റിംഗ് എല്ലാം നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഇനി 538ാമത്തെ ക്വസ്റ്റ്യൻ. ഫെൽറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലുള്ള ഫൈബർ ഏത്? ഫെൽറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലുള്ള ഫൈബർ ഏതാണ്? വൂളാണ് ഫെൽറ്റിംഗ് പ്രോപ്പർട്ടി. വൂൾ ഫൈബേഴ്സിന് മോയ്സ്ചർ, ഹീറ്റ്, പ്രഷർ, ഫ്രിക്ഷൻ എന്നിവയ്ക്ക് വിധേയമാക്കുന്ന സമയത്ത് ഫൈബേഴ്സ് നമ്മൾ ഇന്റർലോക്ക് ചെയ്ത് നമുക്കിങ്ങനെ കോമ്പാക്ട് മാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ഫെൽറ്റിംഗ് എന്ന് പറയുന്നത്. വൂളിന് ഈ പ്രോപ്പർട്ടി വളരെ കൂടുതലാണ്. അതായത് വൂൾ ഫൈബേഴ്സിന്റെ സർഫേസിൽ സ്കെയിൽസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഫൈബേഴ്സിന് മോയ്സ്ചറോ ഹീറ്റോ ഫ്രിക്ഷനോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്കെയിൽസ് തമ്മിൽ ഇന്റർലോക്ക് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഫെൽറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വൂളിന് ഫെൽറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 539. ഡൈ അപ്ടേക്ക് കൂടുതലുള്ള ഫൈബർ ഏത്? ഡൈ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും കൂടുതലായിട്ട് പറ്റുന്ന ഫൈബർ ഏതാണ്? ഹൈഡ്രോഫിലിക് ഫൈബേഴ്സ് ആണ്. ഹൈഡ്രോഫിലിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ, ഫിലിക് എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യാനായിട്ട്. അതായത് ഹൈഡ്രോഫിലിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തോടും അക്വസ് ഡൈ സൊല്യൂഷൻസിനോടും നല്ല അഫിനിറ്റി ഉള്ള ഫൈബേഴ്സ് ആണ്. അതായത് ഇത്തരം ഫൈബേഴ്സ് സാധാരണയായിട്ട് മോയ്സ്ചർ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്ടർ ബേസ്ഡ് ഡൈസ് ഫൈബറിലേക്ക് പെട്ടെന്ന് തന്നെ പെനെട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തിട്ട് ഡൈ ഫൈബറിലേക്ക് എടുക്കാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹൈഡ്രോഫിലിക് ഫൈബേഴ്സിനാണ് കൂടുതലായിട്ട് ഡൈ അപ്ടേക്ക് ഉള്ളത് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് കോട്ടൺ, റയോൺ, വൂൾ തുടങ്ങിയ ഫൈബേഴ്സിന് ഹൈഡ്രോഫിലിക് ക്യാരക്ടർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വാട്ടർ ബേസ്ഡ് ഡൈയിങ് പ്രോസസ്സിൽ നല്ല ഡൈ അപ്ടേക്ക് ലഭിക്കും. അതേസമയം പോളിസ്റ്റർ പോലെയുള്ള ഹൈഡ്രോഫോബിക് ഫൈബേഴ്സിന് വാട്ടർ അഫിനിറ്റി കുറവാണ്. ഓക്കെ, ഹൈഡ്രോഫോബിക് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിനി വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അലിയുന്ന ഡൈകളോട് അഫിനിറ്റി കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 540. വാറ്റ് ഡൈസ് പ്രധാനമായി ഉപയോഗിക്കുന്ന ഏത് ഫൈബറിനാണ്? വാറ്റ് ഡൈസ് പ്രധാനമായി ഉപയോഗിക്കുന്നത് കോട്ടൺ ഫൈബറിനാണ്. എന്താണ് വാറ്റ് ഡൈ എന്ന് പറയുന്നത്? വാറ്റ് ഡൈ സാധാരണയായിട്ട് വെള്ളത്തിൽ ലയിക്കാത്ത ഡൈസ് ആണ്. ഡൈയിങ് ചെയ്യുന്നതിന് മുമ്പ് ഇവയെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട് സൊല്യൂബിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ സൊല്യൂബിൾ ഫോമിനെ എന്താണ് ഫൈബറിലേക്ക് അബ്സോർബ് ചെയ്യിച്ച ശേഷം നമ്മൾ ഓക്സിഡേഷൻ വഴി വീണ്ടും ഇൻസൊല്യൂബിൾ ആയിട്ട് മാറ്റണം. അപ്പോഴാണ് ഇതെന്താണ് ഫൈബറിൽ അല്ലെങ്കിൽ ഫാബ്രിക്കിൽ ലോക്കായിരിക്കുന്നത്. അതുകൊണ്ടാണ് വാറ്റ് ഡൈയിൽ പ്രധാനമായിട്ടും എന്ത് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്, ആദ്യം റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് ഇതിനെ സൊല്യൂബിൾ ഫോമിലേക്ക് മാറ്റിയതിനു ശേഷം ഫൈബറിലേക്ക് അബ്സോർബ് ചെയ്യിച്ച ശേഷം ഓക്സിഡേഷൻ വഴി വീണ്ടും അതിനെ എന്ത് ചെയ്യണം? ഇൻസൊല്യൂബിൾ ഫോമിലേക്ക് മാറ്റണം.
ഇനി കോട്ടൺ വാറ്റ് ഡൈസ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? കോട്ടൺ ഒരു സെല്ലുലോസിക് ഫൈബർ ആണ്. അതുപോലെ തന്നെ വാറ്റ് ഡൈസ് കോട്ടണ് നല്ല കളർ ഫാസ്റ്റ്നെസ്, പ്രത്യേകിച്ച് വാഷിംഗ് അല്ലെങ്കിൽ ലൈറ്റ് ഫാസ്റ്റ്നെസ് നൽകുന്നത് കൊണ്ട് തന്നെ കോട്ടൺ ഡൈയിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ വാറ്റ് ഡൈസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. വാറ്റ് ഡൈസ് മെയിൻലി ഉപയോഗിക്കുന്ന ഏതിലാണ്? കോട്ടണിൽ. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഇൻഡിഗോ ഒരു വാറ്റ് ഡൈ ആണ്. വാറ്റ് ഡൈയുടെ ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻഡിഗോ എന്ന് പറയുന്നത്. വാറ്റ് ഡൈയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻഡിഗോ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. പോളിസ്റ്ററിന് പ്രധാനമായിട്ടും ഡിസ്പേഴ്സ് ഡൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നൈലോണിന് സാധാരണയായിട്ട് ആസിഡ് ഡൈസ് അല്ലെങ്കിൽ മറ്റ് സൂട്ടബിൾ ഡൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അക്രിലിക്കിന് സാധാരണയായിട്ട് നമ്മൾ ബേസിക് അല്ലെങ്കിൽ കാറ്റയോണിക് ഡൈസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 541. ഡിസ്പേഴ്സ് ഡൈസ് ഉപയോഗിക്കുന്നത് ഏത് ഫൈബറിനാണ്? അപ്പൊ നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഓപ്ഷൻസിൽ ഡിസ്പേഴ്സ് ഡൈസ് ഏത് ഫൈബറിനാണ് ഉപയോഗിക്കുന്നത്? പോളിയസ്റ്റർ ഫൈബറിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസ്പേഴ്സ് ഡൈസ് സാധാരണയായിട്ട് വെള്ളത്തിൽ ലയിക്കാത്തതോ വളരെ കുറച്ച് മാത്രം ലയിക്കുന്നതായിട്ടുള്ള ഒരു ഡൈ ആണ് അല്ലെ. ഇത് വളരെ ചെറിയ ഡൈ പാർട്ടിക്കിൾസ് ആയിട്ട് ഡിസ്പേർഷൻ രൂപത്തിൽ ഡൈ ബാത്തിൽ ഇങ്ങനെ വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അലിയാതെ തന്നെ കിടക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഹൈഡ്രോഫോബിക് സിന്തറ്റിക് ഫൈബേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈബർ ഏതാണ്? പോളിസ്റ്റർ ആണ്. ഇപ്പൊ പോളിസ്റ്ററിന് എന്തുകൊണ്ടാണ് ഡിസ്പേഴ്സ് ഡൈ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ ഒരു ഹൈഡ്രോഫോബിക് ഫൈബർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് വെള്ളത്തിനോട് അഫിനിറ്റി കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ സൊല്യൂബിൾ റിയാക്റ്റീവ് ഡൈസ് പോലെയുള്ള ഡൈസ് പോളിസ്റ്ററിൽ എളുപ്പത്തിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ ഡിസ്പേഴ്സ് ഡൈസ് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് പോളിസ്റ്റർ ഫൈബേഴ്സിലേക്ക് ഇങ്ങനെ ഡിഫ്യൂസ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 542. റിയാക്റ്റീവ് ഡൈ ബോണ്ടിങ് ഏത് രീതിയിലാണ്? റിയാക്റ്റീവ് ഡൈ ബോണ്ടിങ് ഏത് രീതിയിലാണ്? കെമിക്കൽ രീതിയിൽ. അതായത് റിയാക്റ്റീവ് ഡൈ എന്ന പേരിൽ തന്നെ നമുക്കൊരു ക്ലൂ ഉണ്ട്. അതായത് റിയാക്റ്റീവ് ഫൈബറിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പ്സുമായി കെമിക്കൽ റിയാക്ഷൻ നടത്തി ഫൈബറിനോട് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. റിയാക്റ്റീവ് ഡൈസ് ഫൈബറിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പ്സുമായിട്ട് എന്താണ് കെമിക്കൽ റിയാക്ഷൻ നടത്തി ഫൈബറിനോട് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് കോട്ടൺ പോലെയുള്ള സെല്ലുലോസിക് ഫൈബേഴ്സിൽ റിയാക്റ്റീവ് ഡൈസ് ഉപയോഗിക്കുമ്പോൾ ഡൈ മോളിക്യൂളിനും സെല്ലുലോസിനും റിയാക്റ്റീവ് ഗ്രൂപ്പ്സും തമ്മിൽ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 542. റിയാക്റ്റീവ് ഡൈസ് ബോണ്ടിങ് ഏത് രീതിയിലാണ്? റിയാക്റ്റീവ് ഡൈ ബോണ്ടിങ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? കെമിക്കൽ രീതിയിലാണ്. അതായത് റിയാക്റ്റീവ് ഡൈസ് ഫൈബറിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പ്സുമായി കെമിക്കൽ റിയാക്ഷൻ നടത്തി ഫൈബറിനോട് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടാണ് അത് അബ്സോർബ് ആവുന്നത്. അതായത് ഡൈ ഫൈബറിന്റെ സർഫേസിൽ വെറുതെ ഇങ്ങനെ കിടക്കുകയല്ല ചെയ്യുന്നത്. ഫൈബറിനോട് കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഡൈ കൂടുതലായിട്ട് അതിൽ ഫേംലി, അതായത് തുണിയിൽ നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 543. പ്രിന്റിംഗിൽ റെസിസ്റ്റ് മെത്തേഡ് എന്താണ്? എന്താണ് കളർ പ്രിവെൻഷൻ അല്ലെ. കളർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റ് മെത്തേഡ് എന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട്. ഫാബ്രിക്കിന്റെ ചില ഭാഗങ്ങളിൽ ഡൈ അല്ലെങ്കിൽ കളർ എത്തുന്നത് തടയാൻ ഒരു റെസിസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന പ്രിന്റിംഗ് മെത്തേഡാണ് റെസിസ്റ്റ് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റ് പ്രിന്റിംഗിൽ നമ്മൾ എന്താണ് കളർ പ്രിവെൻഷൻ അല്ലെങ്കിൽ കളറിന്റെ പെനട്രേഷൻ, കളർ തുണിയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് തടയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ റെസിസ്റ്റ് മെറ്റീരിയൽ പുരട്ടിയ ഭാഗത്ത് ഡൈ ശരിയായി പെനട്രേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അകത്തേക്ക് ഇറങ്ങി ചെല്ലില്ല. അപ്പൊ റെസിസ്റ്റ് നീക്കം ചെയ്ത ശേഷം ആ ഭാഗം നമുക്ക് ഒറിജിനൽ കളറായിട്ട് അല്ലെങ്കിലോ ലൈറ്റ് കളറായിട്ട് നമുക്ക് കാണപ്പെടും. ഇപ്പൊ ബാത്തിക് പ്രിന്റിംഗിലൊക്കെയാണ് റെസിസ്റ്റ് ടെക്നിക്കിന്റെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? വാക്സ് ആണ്. ഡിസൈനിന്റെ അവിടെ വാക്സ് നമ്മൾ പെരട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൈ ആ ഭാഗത്ത് അബ്സോർബ് ആവുന്നില്ല. പിന്നീട് നമ്മൾ വാക്സ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തായിട്ട് കാണാം? ഡൈ ആവാതെ ഒന്നെങ്കിൽ ഒറിജിനൽ കളർ അല്ലെങ്കിൽ അതിനു മുന്നേ ചെയ്തിട്ടുള്ള ലൈറ്റ് കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 544. ബാത്തിക് പ്രിന്റിംഗിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ്? വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. ബാത്തിക് ഒരു ട്രഡീഷണൽ റെസിസ്റ്റ് ഡൈയിങ് ടെക്നിക്കാണ്. ഫാബ്രിക്കിന്റെ ചില ഭാഗങ്ങളിൽ ഡൈ എത്താതിരിക്കാനായിട്ട് നമ്മളൊരു റെസിസ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് വാക്സ് പെരട്ടുന്നത് അല്ലെ. വാക്സ് പെരട്ടിയ ഭാഗത്ത് ഡൈ എന്ത് ചെയ്യില്ല? അബ്സോർബ് ആവില്ല. അടുത്ത ക്വസ്റ്റ്യൻ 545. ഫാബ്രിക് ഫിനിഷിംഗിൽ കാലണ്ടറിംഗ് എന്ത് നൽകുന്നു? ഫാബ്രിക് ഫിനിഷിംഗിൽ കാലണ്ടറിംഗ് എന്താണ് നൽകുന്നത്? ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിളക്കം.
ഫാബ്രിക്കിനെ ഹെവി ആയിട്ടുള്ള റോളറുകളുടെ ഇടയിലൂടെ പ്രഷർ ഉപയോഗിച്ച് കടത്തിവിടുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് ഇതൊരു മെക്കാനിക്കൽ ഫിനിഷിംഗ് പ്രോസസ്സാണ്. അപ്പൊ ഫാബ്രിക്കിനെ ഹെവി റോളറിന്റെ ഇടയിലൂടെ പ്രഷർ ഉപയോഗിച്ച് കടത്തിവിടുന്ന ഒരു മെക്കാനിക്കൽ ഫിനിഷിംഗ് പ്രോസസ്സാണ് ഇത് കാലൻഡറിങ്. ചില കാലൻഡറിങ് മെഷീൻസിൽ റോളേഴ്സ് ഹീറ്റഡ് ആയിരിക്കും, ചൂടുള്ളതായിരിക്കും. അപ്പം ഈ പ്രഷറും ഹീറ്റും ഉപയോഗിച്ച് ഫാബ്രിക് സർഫേസിൽ എന്താവും, സ്മൂത്തും ഫ്ലാറ്റും കോമ്പാക്റ്റും ആയിട്ട് തുണിക്ക് നല്ലൊരു സ്മൂത്ത് സർഫേസും അതുപോലെ തന്നെ ഒരു ഷൈനിങ്. നമ്മളിപ്പോൾ ചുളുങ്ങിയൊരു തുണി അയൺ ചെയ്താൽ തന്നെ ഒരു പ്രത്യേക ഭംഗി വരില്ലേ, അതുപോലെ സോഫ്റ്റ് ആയിട്ട് ലസ്റ്റർ കൂടിയ തിളക്കം കൂടി നല്ല ഇംപ്രൂവ്ഡ് അപ്പിയറൻസ് ആയിട്ട് നമുക്ക് തുണി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 546, സാൻഡ് ഫ്രൈസിംഗ് പ്രോസസ് എന്തിനു ഉപയോഗിക്കുന്നു? സാൻഡ് ഫ്രൈസിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ ഫാബ്രിക് പോലെയുള്ള വോവൻ ഫാബ്രിക്സ് വാഷിംഗ് കഴിഞ്ഞാൽ ചുരുങ്ങാനുള്ള ടെൻഡൻസി കാണിക്കും അല്ലെ. അപ്പൊ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഷ്രിങ്കേജ് അല്ലെങ്കിൽ ചുരുങ്ങല് മുൻകൂട്ടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ ഫിനിഷിംഗ് പ്രോസസ്സാണ് ഈ സാൻഡ് ഫ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആൻസർ? ഷ്രിങ്കേജ് കൺട്രോൾ, ചുരുങ്ങുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് ഫ്രൈസിംഗ് ട്രീറ്റ്മെന്റ് വഴി നമ്മൾ ഫാബ്രിക്കിന്റെ ഡയമെൻഷൻസ്, അതിന്റെ അളവ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ട്, അതായത് അനങ്ങാതെ, അതായത് ചുരുങ്ങുമ്പോൾ അളവ് കുറയുമല്ലോ, ആ അളവ് കുറയാതെ ഡയമെൻഷൻസ് സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് ഗാർമെന്റ് വാഷ് ചെയ്ത ശേഷം ഉണ്ടാകുന്ന ഇപ്പം ലെങ്ത് വൈസ് അതിന്റെ ഉയരം കുറയും. ചില ഡ്രസ്സുകൾ, കോട്ടൺ ഡ്രസ്സുകളൊക്കെ നനച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ അതൊന്ന് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സഹായിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഫാബ്രിക് 100 സെന്റിമീറ്റർ ആണ് കരുതുന്നത്, നമ്മൾ വാഷിംഗ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ 97 സെന്റിമീറ്റർ ആയിട്ട് ചുരുങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ ഫാബ്രിക് വെച്ച് നമ്മൾ തുണി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗാർമെന്റ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എൽ സൈസിൽ ചെയ്തത് ഇപ്പൊ അല്ലെങ്കിൽ എക്സൽ സൈസിൽ ചെയ്ത ഡ്രസ്സ് ഒന്ന് ചുരുങ്ങുമ്പോൾ ചിലപ്പോൾ അത് എക്സൽ ഒന്ന് കുറയും അല്ലേ. അപ്പൊ അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ഒക്കെ ഡയമെൻഷൻ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി തന്നെ ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ് സാൻഡ് ഫ്രൈസിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 547, മിക്ക ഓപ്ഷൻസും ഓൾറെഡി പല തവണയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 547, ഫ്ലെയിം റിട്ടാർഡന്റ് ഫിനിഷ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഫയർ റെസിസ്റ്റൻസിന് ഫ്ലെയിം റിട്ടാർഡന്റ് ഫിനിഷ് എന്താണ്? ഫാബ്രിക്കിന് തീ പിടിക്കുന്ന സാധ്യത കുറയ്ക്കുകയും തീ പടരുന്നത് തടയുകയോ അല്ലെങ്കിൽ സ്ലോ ആക്കുകയോ, അതായത് മന്ദഗതിയിലാക്കുകയോ ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഫിനിഷാണ് ഫ്ലെയിം റിട്ടാർഡന്റ് ഫിനിഷ് എന്ന് പറയുന്നത്. ഇത്തരം ഫിനിഷസ് പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, അതായത് വർക്ക് വെയർ, അതുപോലെ കേർട്ടൻസ്, അപ്പോൾസ്ട്രി, ചിൽഡ്രൻ സ്ലീപ്പ് വെയർ തുടങ്ങിയ ഫാബ്രിക്കുകളിലൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഗാർമെന്റുകളിൽ അല്ലെങ്കിൽ ഉപയോഗത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം റിട്ടാർഡൻ എന്ന് പറഞ്ഞാൽ ഫാബ്രിക് തീ പിടിക്കില്ല എന്നല്ല, തീ ഇഗ്നീഷൻ അല്ലെങ്കിൽ തീ സ്പ്രെഡ് ആവുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് ആളി കത്തുന്നതോ കുറയ്ക്കാൻ പറ്റുമെന്നാണ്. സേഫ്റ്റി വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫിനിഷാണിത്. അടുത്ത ക്വസ്റ്റ്യൻ 548, ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് എന്ത് കുറയ്ക്കുന്നു? ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് എന്ത് കുറയ്ക്കുന്നു? സ്റ്റാറ്റിക് ചാർജ് കുറയ്ക്കുന്നു. എന്താണത്? അതായത് പ്രത്യേകിച്ച് ഇപ്പൊ സിന്തറ്റിക് ഫൈബേഴ്സ് പോലുള്ള മെറ്റീരിയൽസ് തമ്മിൽ റബ്ബിങ് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ സർഫേസിൽ ഒരു ഇലക്ട്രിക് ചാർജ് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ പോളിസ്റ്റർ അല്ലെങ്കിൽ നൈലോൺ ഗാർമെന്റ് അഴിച്ചെടുക്കുമ്പോൾ ചെറിയ ക്രാക്ലിംഗ് സൗണ്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഹെയറുമായിട്ട് ഇങ്ങനെ ഒരു ക്രാക്ലിംഗ് സൗണ്ട് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ഗാർമെന്റ് ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ ഇത് സ്റ്റാറ്റിക് ചാർജ് മൂലം ഉണ്ടാവുന്നതാണ്. ഇത് കുറയ്ക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന സ്പെഷ്യൽ ഫിനിഷാണ് ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് എന്ന് പറയുന്നത്. എന്താണ് ഈ ആന്റി സ്റ്റാറ്റിക് ഫിനിഷ് ചെയ്യുന്നത്? സർഫേസിലുള്ള ഇലക്ട്രിക്കൽ ചാർജ് ബിൽഡപ്പ് ആവുന്നത് കുറയാൻ സഹായിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോക്ക് ഉണ്ടാവുന്നതൊക്കെ കുറയാനായിട്ട് സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫാബ്രിക് GSM എന്നത് എന്താണ്? ഫാബ്രിക് GSM എന്ന് പറയുന്നത് എന്താണ് GSM? ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. അതായത് ഒരു സ്ക്വയർ മീറ്റർ ഫാബ്രിക്കിന്റെ വെയിറ്റ് എത്രയാണ് എന്ന് കാണിക്കുന്ന മെഷർമെന്റ് ആണ് GSM എന്ന് പറയുന്നത്. എന്താണ്? ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ മീറ്റർ ഫാബ്രിക്കിന്റെ വെയിറ്റ് എത്ര ഗ്രാം ആണ് എന്ന് കാണിക്കുന്ന മെഷർമെന്റ് ആണിത് GSM എന്ന് പറയുന്നത്. അതായത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. GSM എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്കിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഏരിയ. ഒരു സ്ക്വയർ മീറ്റർ ഫാബ്രിക്കിൽ എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇത്. GSM ഉപയോഗിച്ച് നമ്മൾ ഫാബ്രിക് ലൈറ്റ് വെയിറ്റ് ആണോ ഹെവി വെയിറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്
കഴിയും. കുറഞ്ഞ GSM ആണെങ്കിൽ ലൈറ്റർ ഫാബ്രിക് ആണ്, കൂടുതൽ GSM ആണെങ്കിൽ ഹെവിയർ ഫാബ്രിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 550. ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗിൽ കളർ ഫാസ്റ്റ്നെസ് എന്താണ്? ടെക്സ്റ്റൈൽ ടെസ്റ്റിംഗിൽ കളർ ഫാസ്റ്റ്നെസ് എന്താണ്? റെസിസ്റ്റൻസ് ടു ഫെയ്ഡിങ് എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഒരു ഡൈഡ് അല്ലെങ്കിൽ ഡൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് വെളിച്ചമോ അല്ലെങ്കിൽ വാഷിങ്ങോ അല്ലെങ്കിൽ റബ്ബിങ്ങോ തുടങ്ങിയ സാഹചര്യങ്ങൾക്ക് വിധേയമാകുന്ന സമയത്ത് അതിന്റെ കളർ ഡിം ആവാതെ അല്ലെങ്കിൽ അത് എത്ര മാറാതെ നിലനിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ കളർ ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. അത് വാഷ് ചെയ്യുമ്പോൾ, അലക്കുമ്പോഴോ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉരസുമ്പോഴോ ഒക്കെ അതിന്റെ കളർ നിറം മങ്ങാതെ ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളർ ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. കളർ സിമ്പിളായിട്ട് പറഞ്ഞാൽ കളർ ചേഞ്ചിങ് അല്ലെങ്കിൽ ഫേഡിങ്. നമ്മൾ നരയ്ക്കുക എന്ന് പറയില്ലേ ഡ്രസ്സ്, അതെ. ഉദാഹരണത്തിന് ഒരു ഡ്രസ്സ് പലതവണ കഴുകിയിട്ടും അതിന്റെ കളർ വലിയ തോതിൽ മാറുന്നില്ലെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ? നല്ല കളർ ഫാസ്റ്റ്നെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫാസ്റ്റ്നെസ് ടു വാഷിംഗ് എന്ന് പറഞ്ഞാൽ വാഷിങ്ങിന് കളർ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഫാസ്റ്റ്നെസ് ടു ലൈറ്റ് ആണെങ്കിൽ സൺലൈറ്റിന് കളർ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഫാസ്റ്റ്നെസ് ടു റബ്ബിംഗ് ആണ്, റബ്ബിംഗ് മൂലം കളർ എത്രത്തോളം ഫെയ്ഡ് ആവാതെ നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഇനി കളർ ഫാസ്റ്റ്നെസ് ടു പെർസ്പിറേഷൻ ആണെങ്കിൽ സ്വെറ്റിന്റെ എഫക്റ്റിനെ, വിയർപ്പിന്റെ എഫക്റ്റിനെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതൊക്കെയാണ് ഇതിന്റെ പല ടൈപ്സ് ആയിട്ടുള്ളത് കേട്ടോ.